കാരണം എൻ്റെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം, ഒരു ഭർത്താവായിട്ടും ഇരിക്കണം. ഞാൻ ലിറ്ററലി അവരുടെ ഇടയിൽ ഷട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റുന്നില്ല, പുറത്ത് വൈഫിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോവുകയും ചെയ്യണു. അമ്മ വിളിക്കുമ്പോഴും ഒരു മൂഡ്, സ്നേഹം വിളിക്കുമ്പോഴും വേറെ മൂഡ്. അതൊരു പ്രത്യേക തരം ഇതാണ്. അത് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. എന്നെ നിങ്ങളത് അനുഭവിപ്പിക്കാതിരിക്കുക. കാരണം ഞാനിവിടെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമീന്നാണ് എഴുതിയിട്ടുള്ളത്. പലയിടങ്ങളിലും ഈ പറയുന്ന അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ചേരാത്തൊരവസ്ഥ നമുക്ക് കാണാം. സായി പറഞ്ഞതുപോലെ മനസമാധാനം ഈ പറയുന്ന മക്കൾക്ക്, ഈ ആമക്കൾക്ക് കൊടുക്കാത്ത അവസ്ഥ പലയിടത്തും കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, രണ്ട് മല തമ്മിൽ ചേർന്നാൽ 4. ബിഗ് ബോസ് സീസൺ 6 സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡായിട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, കാറിനകത്തൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന, റിയാക്ഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഒളിഞ്ഞും തെളിഞ്ഞും ഗെയിം അദ്ദേഹം ഇങ്ങനെ കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 62ാമത്തെ ദിവസം, ഇങ്ങനെ 65 ദിവസമായി ബിഗ് ബോസിൽ, 100 ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അവസാന ഫൈനലിസ്റ്റിലേക്കൊക്കെ അടുക്കുന്ന ഒരാളായി സായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സായിയുടെ ഒരു എപ്പിസോഡ്, അതായത് ആ എപ്പിസോഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കത്തെഴുതുന്ന, വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ കത്തെഴുതുന്നൊരു ടാസ്ക്. ഓക്കെ, മദേഴ്സ് ഡേയുടെ അന്ന് അമ്മയ്ക്ക് കത്തെഴുതുന്ന പോലത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ആ കത്തെഴുതി വെച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഈ സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഓരോ പുരുഷന്മാരും, ഇല്ലെങ്കിൽ 100-ൽ 99.9% പുരുഷന്മാരും സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പന്ത് പോലെ തട്ടപ്പെടുന്ന ഒരു പുരുഷൻ്റെ അവസ്ഥ സായി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പ്രതികരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശബ്ദം ഒന്ന് മാറ്റി, കളറൊന്ന് മാറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറച്ചൊന്ന് സ്ലോ ആക്കി ആണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്പീഡാക്കിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളൊരു കല്യാണം കഴിച്ചൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മരുമകളാണെങ്കിൽ, നിങ്ങളൊരു അമ്മായിയമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. അതല്ല, നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ, ആ മകന് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. എല്ലാ അമ്മായിയമ്മമാരും എല്ലാ മരുമക്കളും ഇതിൻ്റെ ഇടയിൽ നിന്ന് പന്ത് തട്ടപ്പെടുന്ന മകന്മാരും ഈ വീഡിയോ കണ്ടിരിക്കണം. സായിയുടെ വീഡിയോ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കും. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സ്നേഹി അമ്മയും തമ്മിൽ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഈ ഒരു മെസ്സേജ് കൊണ്ട് ചിലപ്പോൾ അത് മാറി അവർ രണ്ടുപേരും ഒപ്പം നിന്ന് കാണാനാണ് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം, സന്തോഷം ഉണ്ടാവും. അതായത് സ്നേഹ എന്ന് പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് സായിയുടെ വൈഫാണ്. പിന്നെ സായിയുടെ അമ്മയുമായിട്ട് ഡിഫറൻ്റ് ഉണ്ട്. അവർ ആ ഒരു പ്രശ്നം മാറി ഒന്നായി നിന്ന് കാണാനാണ് സായി ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അവരിപ്പോൾ ഒന്നല്ല, ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഈ പറയുന്ന അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷേ അവർ രണ്ടുപേരും ആ ഒരു ഡിഫറൻസ് മാറി ഒന്നായി നിന്ന് കാണുമെന്ന് സായി പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ വിഷയത്തെയും പ്രതികരിക്കുന്ന, എന്നെപ്പോലെ പല വിഷയങ്ങളും വീഡിയോയിൽ പ്രതികരിക്കുന്ന, ഇത്രത്തോളം എല്ലാ വിഷയങ്ങളെയും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന് അദ്ദേഹം വന്നു നിന്നൊരു തുറന്ന പ്ലാറ്റ്ഫോമിൽ സ്വന്തം അമ്മയും ഭാര്യയും തമ്മിൽ ഒന്നായി കാണണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പറയുകയാണ്. ഇത്രയും നാൾ ഈ മനുഷ്യൻ ഇത് മനസ്സിട്ടുകൊണ്ട് നടന്നതായിരിക്കാം മേ ബി. അതായത് സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ അത്രത്തോളം ആ മനുഷ്യന് വിഷമം ഉണ്ടാകുന്നു, അത്രത്തോളം ആ മനുഷ്യന് പ്രഷർ അനുഭവിക്കേണ്ടി വരുന്നു. ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. അതുപോലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുക, ആരതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യും? അവർ മനസ്സിലാക്കി തമ്മിലൊന്നാവേണ്ടത്. ഇനി മരുമകളും ഈ അമ്മായിയമ്മയും തമ്മിൽ മനസ്സിലാക്കേണ്ട, അതായത് കോമൺ ആയിട്ടുള്ള മരുമക്കളും അമ്മായിയമ്മമാരും മനസ്സിലാക്കേണ്ട കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സായി എല്ലാ വിഷയങ്ങളും ഇടപെട്ട് സംസാരിക്കുന്ന സായിക്ക് പോലും കുടുംബത്തിനകത്ത് സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും ഇടയിലുള്ള ഈ ഒരു ഡിഫറൻസിൽ വിഷമമുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, ഇത്രത്തോളം എല്ലാ വിഷയത്തെയും ബോൾഡായിട്ട് കൈകാര്യം ചെയ്യുന്ന സായിക്ക് പറ്റുന്നില്ല, ദുഃഖമുണ്ട്, അവരൊന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സായി എത്രത്തോളം മനസമാധാനമില്ലാത്തൊരു വിഷയം അതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാർ അവസ്ഥ എന്തുമായിരിക്കും? വിവാഹം കഴിച്ചിട്ട് ഈ അമ്മായിയമ്മയുടെയും മരുമകളുടെയും തമ്മിൽ ഇടി കണ്ടിട്ട് ഇടയിൽ നിന്ന് പെടാപ്പാട് വീടുന്ന, അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ പറയും, നിങ്ങളെന്തുവാ അമ്മയുടെ മോനെ, അമ്മയെ മാത്രം സ്നേഹിക്കുന്നു, എന്നെ കെട്ടിക്കൊണ്ട് വന്ന് എന്താന്ന് ഈ ഭാര്യ പറയും. അതേപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അമ്മ പറയും, നീ എന്താ പെങ്കോന്തരാണ്, ഇന്നലെ കയറി വന്ന് ഒരുത്തിക്ക് വേണ്ടിയിട്ട് എന്നെ തള്ളിപ്പറയാമെന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ നിന്ന് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥ ബാക്കി നമുക്ക് കേട്ട് നോക്കാം. ബിക്കോസ് ഞാനിത് ഈ ഓപ്പൺ സ്റ്റേജിൽ പറയാൻ കാരണം എൻ്റെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം, ഒരു ഭർത്താവായിട്ടും ഇരിക്കണം. ഞാൻ ലിറ്ററലി അവരുടെ ഇടയിൽ ഷട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റുന്നില്ല, പുറത്ത് വൈഫിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോവുകയും ചെയ്യണു. അമ്മ വിളിക്കുമ്പോഴും ഒരു മൂഡ്, സ്നേഹം വിളിക്കുമ്പോഴും വേറെ മൂഡ്. അതൊരു പ്രത്യേക തരം ഇതാണ്. അത് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. എന്നെ നിങ്ങളത് അനുഭവിപ്പിക്കാതിരിക്കുക. കാരണം ഞാനിവിടെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമീന്നാണ് എഴുതിയിട്ടുള്ളത്.
സായി അവസാനം എഴുതി വെച്ച് അത് നമ്മൾ എടുത്തു പറയണം. സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർ മീ. അതായത് സ്നേഹയും അമ്മയും കൂടെ ഈ പറയുന്ന സായിക്ക് സമാധാനം കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ കുറവുണ്ട് വലിയ രീതിയിൽ. അപ്പോൾ സ്നേഹ പ്ലസ് അമ്മ എന്നുള്ളത് മാറ്റി നിർത്തി നമ്മുടെ മലയാളി സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ മരുമകൾ പ്ലസ് അമ്മായിയമ്മ ഈസ് ഈക്വൽ ടു സമാധാനം കൊടുക്ക് ഫോർ മകൻ എന്ന് വരേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. നമ്മൾ പലയിടത്തും കാണാറുണ്ട് ഈ പറയുന്ന ഒരുപക്ഷെ ആൺപിള്ളേർ പ്രേമിച്ചായിരിക്കും കെട്ടുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മമാരും അച്ഛന്മാരും എല്ലാം കൂടെ ചേർന്നിട്ട് അച്ഛനും എല്ലാം കൂടെ ചേർന്നിട്ട് വിവാഹം ഒരു ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്നതായിരിക്കാം. ഇത് രണ്ടാണെങ്കിൽ പോലും പലയിടങ്ങളിലും ഈ പറയുന്ന അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ചേരാത്തൊരവസ്ഥ നമുക്ക് കാണാം. സായി പറഞ്ഞതുപോലെ മനസ്സമാധാനം ഈ പറയുന്ന മക്കൾക്ക് ഈ ആമക്കൾക്ക് കൊടുക്കാത്ത അവസ്ഥ പലയിടത്തും കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് 2 മല തമ്മിൽ ചേർന്നാൽ 4 മല ചേരത്തില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പലരും കേട്ടിട്ടുണ്ട്. അതാണ് അപ്പോൾ ഈ പലയിടത്തെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിയമ്മമാർ സ്വന്തം മക്കളോട് പെൺമക്കളോട് കാണിക്കുന്ന പോലെ ആയിരിക്കാം ഈ പറയുന്ന മരുമക്കളോട് കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ മരുമക്കൾക്ക് അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. എൻ്റെ അമ്മ പറയുന്നതാണ്, എന്ത് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും ചെറിയൊരു കുറ്റം ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് ഇച്ചിരി പ്രായമുള്ള ആളാണെന്നും സ്വന്തം അമ്മയാണെന്നും കരുതണം. ഈ മരുമക്കൾ പെൺപിള്ളാരങ്ങ് കരുതണം. അവർ പറഞ്ഞോട്ടെ എൻ്റെ അമ്മയല്ലേ പറയുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ ഈ പ്രശ്നം പകുതി വരെ തീരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മരുമക്കൾ വിചാരിക്കും ഇതെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇത് ഞാൻ വന്നു കയറി ഒരു പെണ്ണായോണ്ട് പറയുന്നതാണോ, എന്നോട് മാത്രമാണല്ലോ ഇങ്ങനെ ഒരു കാര്യത്തിൽ പല പെൺപിള്ളാരെ ഉള്ളി വരുമ്പോഴത്തേക്കിനും അതൊരു പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഊതിപ്പെരുപ്പിച്ച് ഇവർ തമ്മിൽ മിണ്ടാത്ത അവസ്ഥ വരും. അത് പെൺപിള്ളാരുടെ മിസ്റ്റേക്ക്, പെൺപിള്ളാർ മനസ്സിലാക്കാത്ത മിസ്റ്റേക്ക്. ഇനി അമ്മായിയമ്മയുടെ ഒരു പ്രശ്നമുണ്ട്. വന്നു കയറുന്ന പെണ്ണ് എൻ്റെ മോളെക്കാട്ടി താഴെയാണെന്നും അവൾ വന്നു കയറുന്ന പെണ്ണാണെന്നും അവൾ എന്നും അങ്ങനെ തന്നെ നിൽക്കേണ്ടവളാണെന്നും വേറൊരു വീട്ടിലുള്ളവളാണെന്നുള്ളത് ചിന്ത ഈ പല അമ്മായിയമ്മമാരും മാറ്റണം. നിങ്ങളുടെ സ്വന്തം മകൻ്റെ ഭാര്യയാണെന്നുള്ളത് മാറ്റി നിങ്ങളെ സ്വന്തം മകളായിട്ട് കാണാൻ ശ്രമിക്കുക. അവരെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ സ്നേഹത്തോടെയും കുറച്ചുകൂടെ ലാളനയോടെയും പറയുക. അവർ ചിലപ്പം മടിച്ചികളായിരിക്കാം, ചിലപ്പോൾ നല്ല എന്താ പറയുക ഭയങ്കര കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള മടിയില്ലാത്തവരായിരിക്കാം. അപ്പോൾ അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അമ്മായിയമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ലോകം കണ്ടവരാണ്. ഇനി വരുന്ന പിള്ളേർ അവരുടേതായ ഒരു ലോകത്താണ് നിൽക്കുന്നത്. അവർ ഈ അമ്മായിയമ്മയുടെ അത്രത്തോളം വളർന്നിട്ടില്ല, അവരത്തോളം പക്വതയില്ല, ചിന്താഗതിയൊന്നുമില്ല. അവരെ പതുക്കെ ആ രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യുക. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് കയറുന്ന പെണ്ണിനോട് നീ പോയി ചിക്കൻ മന്തി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരു പക്ഷേ ഒരു പെണ്ണിനത് വെക്കാൻ പറ്റണമെന്നില്ല. അത് പെണ്ണ് വെക്കേണ്ട ഒരു കാര്യമില്ല, പെണ്ണിന് അതിൻ്റെ ഒരു കടമയില്ല. പക്ഷേ അങ്ങനെ ആ പെണ്ണ് ആഗ്രഹം പ്രകടിപ്പിച്ച് ചെല്ലുകയാണെങ്കിൽ പോലും ആ അമ്മായിയമ്മയ്ക്ക് അറിയാമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ആ അമ്മായിയമ്മയാവുന്നത്. ഒരു കാര്യം ഇതിനകത്ത് എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ തല്ലുന്നിടത്തോളം കാലം ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്നത് അതായത് അമ്മയ്ക്ക് നഷ്ടം ഉണ്ടാവുന്നത് സ്വന്തം മകൻ്റെ മനസ്സമാധാനമാണ്. ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിൻ്റെ മനസ്സമാധാനം നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വന്നു കയറുന്ന പെണ്ണും വീട്ടിലുള്ള അമ്മയുമാണ്. മകന് മനസ്സമാധാനം കൊടുക്കേണ്ടത് ഇവർ രണ്ടുപേരൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു സായിയുടെ വീഡിയോ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇത് കേരളത്തിൽ 99% പുരുഷന്മാരുടെ വീട്ടിൽ നടക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. ദയവ് ചെയ്തിട്ട് കേരളത്തിലുള്ള അമ്മായിയമ്മമാരോടും മരുമക്കളോടും എനിക്ക് പറയാനുള്ളത്, അതായത് മകൻ്റെ അമ്മയോടും മകൻ്റെ ഭാര്യമാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും മിണ്ടാത്തൊരു രീതിയിലേക്ക് അവർ പോവും. ഈ പറയുന്നോട്ട് പേഴ്സണലി ഉണ്ടാകുന്നൊരു വിഷയങ്ങൾ ഗ്രഡ്ജുകൾ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു തീർക്കുക. സ്വന്തം അമ്മയായിട്ട് അമ്മായിയമ്മയെ കാണാൻ ഓരോ മരുമക്കൾ പെൺപിള്ളാരും ശ്രമിക്കുക. അതേപോലെ സ്വന്തം മകളായിട്ട് ഓരോ മരുമക്കൾ പെൺപിള്ളാരെ കാണാനായിട്ട് അമ്മായിയമ്മമാരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളില്ലാതിരിക്കും. ഏതൊരു ആൺപിള്ളാരും ഈ പറയുന്ന പോലെ പല ഈ വിഷയങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അമ്മയെ സമാധാനിപ്പിക്കണോ, അമ്മയെ സൂചിപ്പിക്കണോ, അമ്മയോട് സംസാരിക്കണോ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാര്യയെ സമാധാനിപ്പിക്കണോ, ഭാര്യയെ സൂചിപ്പിക്കണോ, ഭാര്യയെ സന്തോഷിപ്പിക്കണോ. ഭാര്യ വന്ന് ചിലപ്പോൾ അമ്മായിയമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു മറിച്ച് പറഞ്ഞു എന്ന് ഈ പറയുന്ന കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കും. ഇയാളിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും, അമ്മ ഇങ്ങനെയൊക്കെ ഇവളോട് പറഞ്ഞു, എന്തിനെങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അമ്മ വന്നിട്ട് തിരിച്ച് അതിനെക്കാട്ടി വലുത് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ മരുമകളെ പറ്റിയിട്ട് ഇല്ലെങ്കിൽ ഭാര്യയെ പറ്റിയിട്ട് ഈ ചെറുക്കൻ ചിന്തിക്കും ഇവൾ ഇങ്ങനെയൊക്കെയാണോ. അതിനപ്പുറത്തേക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരുത്തൻ ആ പയ്യനും കുറച്ച് ചിന്തിക്കണം, അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു, ഓക്കെ അതവിടെ അങ്ങ് വിടുക. ഈ മരുമോൾ ഇങ്ങനെയൊക്കെ അമ്മയെ പറ്റി പറയുന്നു, അതങ്ങ് വിടുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാനും കൂടെ ഈ പറയുന്ന മക്കൾ ഈ ആൺപിള്ളേർ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ മരുമക്കളുടെ നെഞ്ചത്ത് കയറാൻ ചെന്നാൽ അല്ലെങ്കിൽ ഭാര്യയുടെ നെഞ്ചത്ത് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയുടെ നെഞ്ചത്ത് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിത്വം ഇല്ലാതെ ആളായി പോത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ക്ഷമയൊക്കെ വേണം. കുടുംബമാകുമ്പോൾ ക്ഷമയിലൂടെ മാത്രം പോവുക. അമ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭാര്യ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിനെയും വലിയാക്കി വിടാനായിട്ടുള്ളൊരു മനസ്സുകൂടെ നമ്മൾ കാണിക്കണം. ഇതിലെല്ലാത്തിലും ഉപരി ഈ പറയുന്ന മക്കൾക്ക് മനസ്സമാധാനം കൊടുക്കാനായിട്ട് ദയവ് ചെയ്ത് അമ്മയും ഈ ഭാര്യയും ശ്രമിക്കുക കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.